ഇന്ന് നമുക്ക് അല്പനേരം ഇവിടെ പറയാനുള്ളത് മഹാന്മാരായ ബദരീങ്ങളെക്കുറിച്ച്, ബദർ ശുഹദാക്കളുടെ മദ്ഹുകൾ ഒരല്പനേരം ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പാടി പറഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. ബദരീങ്ങളെ പറയുന്നതിലൂടെ അല്ലെങ്കിൽ ബദർ ഖിസ്സ നാം ആലപിക്കുന്നതിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് ഏറെ ബഹുമാനവും നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തവുമായി മാറുകയാണ്. ബദർ ചരിത്രം ഒരു വിശ്വാസി ഒരിക്കലും ഒരു യുദ്ധമായി പരിഗണിക്കുന്നില്ല. നേരെ മറിച്ച് ബദറിന്റെ ഓരോ ഇതളുകൾ മറിക്കുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഈമാനിനെ പ്രോജ്വലിപ്പിക്കാൻ കഴിയുന്ന ഒട്ടേറെ വിഭവങ്ങൾ ബദറിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഓരോ ഇശലുകൾ നാം പാടി പറയുമ്പോഴും ഒരു നേതാവിന്റെ സുന്ദരമായ ഗുണഗണങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു നേതാവ് അനുയായികളോടുള്ള പെരുമാറ്റത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി വരച്ചു കാട്ടുകയാണ്. അതുപോലെ തന്നെ ഏതു പ്രതിസന്ധിയിലും മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഈമാനികമായ ആവേശം കൊണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് ആ ബദർ നമുക്ക് വലിയൊരു പാഠം നൽകുകയാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ഹൃദയാന്തരാളങ്ങളിൽ കാത്തു സൂക്ഷിക്കേണ്ട ഹബീബായ മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ നേർചിത്രം ബദറിന്റെ രണാങ്കണത്തിലൂടെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം അവരുടെ ഹൃദയത്തിലുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെ അലയൊലികൾ അവിടെ കാട്ടിയത് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇങ്ങനെ തുടങ്ങി ബദറിന്റെ ഓരോ ഭാഗങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ഏറെ പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും കഴിയുന്ന, അവന്റെ ഈമാനിനെ പ്രോജ്വലിപ്പിക്കാൻ കഴിയുന്ന വലിയ ഒരു പാഠപുസ്തകമാണ് ബദർ എന്നുള്ളത്. അത് നാം ഒരു പ്രാവശ്യം കേട്ടാലും രണ്ടാമത് കേട്ടാലും പല ആവർത്തി നാം കേട്ടാലും നമുക്ക് ആ പ്രതിഫലത്തിൽ ഒരു കുറവും നമുക്ക് സംഭവിക്കുന്നില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മലപ്പുറം ജില്ലയിൽ മഹാനായ ഖലീൽ ബുഖാരി തങ്ങളുടെ സ്ഥാപനമാകുന്ന മഅദിനുസ് സഖാഫത്തി സുന്നിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ 5 വർഷക്കാലമായി നടക്കുന്ന വിശുദ്ധ റമളാനിൽ നടക്കുന്ന ഒരു പകൽ മുഴുവൻ ബദർ പാടിപ്പറയുന്നു. ഈ വർഷം കേട്ടത് തന്നെയാണ് പിറ്റത്തെ വർഷവും കേൾക്കുന്നത്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക്, അവിടെയുള്ളവരെന്ന് മാത്രമല്ല പുറമെ നിന്ന ആളുകൾ ബദറിന്റെ ഏടുമായി അവിടെ എത്തുകയാണ്. കാരണം അവിടെ പാടി പറയുന്നത് വെറുതെ ആസ്വദിക്കൽ മാത്രമല്ല, അവർ അതിന്റെ കിതാബിൽ നോക്കി അവർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വർഷം കേട്ടാലും ഒരു പല ആവർത്തി നാം ഇതിനെ കേട്ടാലും ഒരിക്കലും അതിന്റെ മഹത്വം നമുക്ക് കുറഞ്ഞു പോകുന്നില്ല എന്ന് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ നാം തുടങ്ങിയ ഇശൽ വിരുന്നിൽ നിങ്ങൾ കേട്ടു എത്രയോ ബദറിലെ പാട്ടുകളാണ് ആ ഗായകന്മാരുടെ പാടിയത്. അതിന്റെ ഒരു ആവൃത്തി തന്നെയാണ് നമുക്കും പാടാനുള്ളതും പറയാനുള്ളതും. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കൊണ്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ, നമ്മുടെ വേദി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്, പ്രിയമുള്ളവരെ, ബദർ എന്നുള്ള ചരിത്ര സംഭവം സംഭവിക്കാനുള്ള ഒരു കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നവരാണ്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മക്കയിൽ
ഇസ്ലാമിക പ്രബോധനം പരസ്യമായി നടത്തുവാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു അഹദ് എന്നുള്ള സുന്ദരമായ സത്യവാചകം പരസ്യമായി പ്രഖ്യാപിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മണ്ണിൽ നിൽക്കാൻ കഴിയാതെ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. അവിടെ വെച്ച് ഒരുപാട് അതിക്രമങ്ങൾ നബിയും ചുരുങ്ങിയ വിശ്വാസികളും അവിടെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ വലിയ ത്യാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ വിശുദ്ധ മക്കയുടെ ചാരത്ത് വെച്ച് കഅബ ശരീഫിന്റെ ആ ചാരത്ത് വെച്ച് ഇലാഹായ റബ്ബിന്റെ സുജൂദിലായി കിടക്കുമ്പോൾ തങ്ങളുടെ കഴുത്തിലേക്ക് വലിയ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്ന് ഇട്ട് നബി തങ്ങൾക്ക് തല ഉയർത്താൻ പോലും കഴിയാതെ പ്രയാസമനുഭവിച്ചത് എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും ഒരുപാട് പ്രതിസന്ധികൾ അവിടെ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഒരു സംഭവത്തെ കുറിച്ച് മഹാനായ മൊയിൻകുട്ടി വൈദർ നവ്വറല്ലാഹു മർഖദഹു പറയുന്ന ഒരു ഇശൽ നമുക്ക് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹദത്തിലയലിഫ് അലിഫിൽ അമഗമിയം അലിഫ് ശരൽ പോലും ബിസ്മില്ലാഹ് അരിമക്കലെ കുത്തുബനുദിനും ഖുർആനിൽ അഴകുറ്റലകുറി ബിസ്മില്ലാഹ് ബഹുദ ഖുർആനിൽ പൊരുമുള്ള നടകിനെ ബനിശ കടൽ പതി ബിസ്മില്ലാഹ് വിദ്യ കടൽ പതി ബിസ്മില്ലാഹ് ബദറ പട കൊടു കവിതുവൽ പതി മുതൽ പരിക തബിതദി ബിസ്മില്ലാഹ് പരിബതബതദി ബിസ്മില്ലാഹ് വസിത തൊളികിയെ മരിതമർതമേ വളർപ്പറ്റൊരു തിരു ബിസ്മില്ലാഹ് വഹിയ തൊഴിൽ അകമേലു കമരരെ വഹിയ തിരുമൊഴി ബിസ്മില്ലാഹ് മഹൽ പദമധു പശയുര നദികളിൽ മഅന്ന തലങ്കബി ബിസ്മില്ലാഹ് മഅഉതമമുരി റഹ്മാനിർ റഹീമിൽ വബിഹി തൗഫീഖ ദരുലല്ലാഹ് വബിഹി തൗഫീഖ ദരുലല്ലാഹ്. തെളിവർ അത്തിഖുമായി ഉളർന്ന് ഹിജ്റ തിഹമ പതി വിട്ട് മദീനം ചേരാൻ മദിയാം റബീഉൽ അവ്വലിലെ വഹാ മദീനാൾ മദീനത്തിലെ ദഖലായി ത്വാഹ ഹിദമാൽ നബിക്കുമർ അഹ്മദന്നെ ഹിജ്റ പുറപ്പെട്ട് അദാബരിച്ചേ മദീന കടലേറി മുഹാജിറുകൾ മാലോം തുടിയാലോ ഉദക്കം ചെയ്ത നിറந்த ഓ മഹ്മൂദരല്ലങ്കി തെളിന്ത് സഹബാ. ഹബീബായ നബിയും സഹാബത്തും വിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയും ആ മദീനയിലേക്ക് കടന്നു ചെല്ലുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ സ്വഹാബത്തിനെയും മദീനയിലുള്ള ആ നല്ല മനുഷ്യരായ അൻസ്വാരികളായ സ്വഹാബത്ത് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും വരവേൽക്കുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും വേണ്ട എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം അവിടെയുള്ള മദീനക്കാരായ അൻസ്വാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും ചെയ്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് നബിയും സ്വഹാബത്തും മദീനയിലേക്ക് കടന്നു ചെല്ലുന്നത്. അവർക്ക് സമ്പത്തില്ല, ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ
കഷ്ടപ്പെടുന്ന മുഹാജിറുകളായ ആ സ്വഹാബത്തിനു വേണ്ട എല്ലാം മദീനക്കാരായ ആ സ്വഹാബത്ത് അൻസ്വാരികൾ അവിടെ ചെയ്തു കൊടുക്കുകയും അവരുടെ സമ്പത്തിന്റെ പകുതി അത് മുഹാജിറുകളായ സ്വഹാബത്തിന് അവിടെയുള്ള ആളുകൾ നൽകുകയാണ്. അതുപോലെ അവരുടെ വീട് പകുത്ത് തന്റെ സഹോദരന് വേണ്ടി നൽകുകയാണ്. അതുപോലെ അവരുടെ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടോ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും മദീനക്കാരായ സ്വഹാബത്ത് ആ മക്കയിൽ നിന്നും മുഹാജിറുകളായി കടന്നു വന്ന സ്വഹാബത്തിനു വേണ്ടി സമ്മാനിക്കുകയാണ്. അവിടെ മദീനയിലുള്ള ഈ സുന്ദരമായ സന്തോഷകരമായ വരവേൽപ്പ് നബിയെയും സ്വഹാബത്തിനെയും വല്ലാതെ സന്തോഷിപ്പിക്കുകയാണ്. അവർ വളരെ സന്തോഷത്തോടുകൂടി, പ്രിയമുള്ളവരെ, മദീനയിലുള്ള ആളുകൾ തന്നെ പറയുന്നത് എന്താ? മദീന, ഓ നബിയെ, അങ്ങയുടെ ആഗമനമാണ് മദീനയെ ധന്യമാക്കിയത്, അങ്ങയുടെ ആഗമനമാണ് മദീനയെ പരിശുദ്ധമാക്കിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മദീനയിൽ സന്തോഷത്തോടുകൂടെ സ്വഹാബത്തും ഇരിക്കുന്ന ആ രംഗത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ അടുത്ത ഇശലിൽ മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ നവ്വറല്ലാഹു മർഖദഹു വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഭാരതും മുത്തണി ഗുണദാശതിരുതരുൾ മഹ്മൂദർ നബി വാശുന്നേ വാഷ്കയും പരിശൈതരും കൊടേദിനും മാർഗവും വളർ വീശുന്നേ തീർത്തും പൊക്കാനൽ സുഖം കൊണ്ട് അരികോരും ദിനമതം വീശുന്നേ തീരത്തിൽ ഖിതാലിന്റെ ആയത്താനതും തിരുനബിക്കിറങ്ങി വന്നേ ഒരു തന്നെ നെഞ്ചിൽ കൂടാതോ കൈകളും മറ്റും ഓർമ്മനം ഒരുക്കി കൂട്ടി പൂവിൽ നിന്നെടുത്താൻ സഹാബൈ പീടുത്തിട്ടും പുകളോരെ ജയങ്ങൾ കിട്ടി കീർത്തിക്കാറ്റടി ചോപൻ കാന കുറൈശികൾ കിടുകിടുത്തുള്ള മൗനത്തെ കേൾക്കാത്തൂരത്തെ കരോകൾ കടിപേർകൾ കിന്നോടം പൊടിക്കപ്പെട്ടേ നബിയും സ്വഹാബത്തും വിശുദ്ധമായ മദീനയിൽ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുകയാണ്. കാരണം മദീനയിൽ നിന്ന് എല്ലാവിധ സഹായവും സഹകരണവും മുഹാജിറുകളായ സ്വഹാബത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബിക്ക് ലഭിച്ചതിലൂടെ വളരെ സന്തോഷത്തോടുകൂടി മദീനയിൽ അവർ കഴിയുകയാണ്. പക്ഷേ ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിശുദ്ധമായ യുദ്ധാനുമതി നൽകിക്കൊണ്ടുള്ള അക്രമത്തിന് വിധേയമാകുമ്പോൾ പ്രതിരോധത്തിനുള്ള ഒരു അനുവാദം വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു എന്ന് വരുന്ന ആ ആയത്ത് അവതരിക്കുന്നത് ആ സമയത്താണ്. നിങ്ങൾ അക്രമത്തിന് വിധേയമാകുന്നു, ആക്രമിക്കപ്പെട്ടവരാണ് എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ്, അനുവാദം അല്ലാഹു നൽകിയിരിക്കുന്നു എന്നുള്ള ആയത്ത് അവതരിക്കപ്പെടുന്നത് പ്രിയമുള്ളവരെ ആ സമയത്താണ്. അങ്ങനെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ വിശുദ്ധ മദീനയിൽ വളരെയധികം പ്രശസ്തമാവുകയാണ്. അതിന്റെ കീർത്തി പരിസരത്തേക്കെല്ലാം അടിച്ചു വീശുകയാണ്. കീർത്തി കാറ്റടിച്ചോ ബങ്കാന ഖുറൈശികൾ കിടുകിടത്തുളമും നെട്ടേ കേൾക്കാതല്ലൂരത്തെ താരോകൾ കാടിബർകൾ കിണോദം പൊടിക്കപ്പെട്ടേ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഈ പ്രശസ്തി മക്കയിലുള്ള ഖുറൈശികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇങ്ങനെ പ്രചരിക്കുന്ന നാൾക്കുനാൾ അതിങ്ങനെ വളരെ വിശാലമാകുന്നത്, പ്രചരിക്കുന്നത് മക്കയിലുള്ള ഖുറൈശികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ പിന്നെയും എന്താണോ മദീനയിലേക്ക് എന്തൊക്കെ അക്രമങ്ങളാണോ അഴിച്ചുവിടാൻ കഴിയുക എന്നുള്ള ആലോചനയിലാണ് അവരുള്ളത്. അവരെങ്ങനെയെങ്കിലും അവിടെ നിന്ന് നബിയെയും സ്വഹാബത്തിനെയും അവിടെയും ആക്രമിക്കണം
എല്ലാവിധത്തിലുള്ള എതിർപ്പുകളും പ്രകടമാക്കണമെന്ന നെയ്യത്തിലൂടെ അവർ ഇങ്ങനെ പെരുമാറുകയാണ്. പ്രിയമുള്ളവരെ, ബാക്കി ഭാഗം മഹാനായ ഷാഹി ഉസ്താദ് പാടാൻ നമുക്ക് കേൾക്കാം. പീഡിത്തവർ ഖുറൈശി തിഹാമികമാ രൂപങ്ങൾ മക്കാക്കൾ കൊണ്ട് പെരിയോൻ കലമാലം തൂതർ ഹദീഹാലു തിരുത്തേറ്റം കുലമോർബിണ്ട് പതിയങ്കും നിരന്തേശുയാക്ക് ഉറപ്പം പൂർത്തകിരും മകൾക്ക് വിധി ഓതിമാ അത് ഉമ്മൽ ഖുറാവിൽ ഉള്ളോർക്ക് പുകമായി പരനവർ നമ്മை തെളിந்து ും നബിയാക്കൾക്കുള്ള ഫിർഔനോ അബൂജഹൽക്ക് മുഖമുട്ടമേ മുഹമ്മദ് നബി തിരുത്താവാൽ ഫിർഔനുൽ അക്ബർ യൻദുരത്തോനമേ. പ്രിയമുള്ളവരെ, ആ മക്കയിലുള്ള ഖുറൈശികൾ അവർ വലിയ യോദ്ധാക്കളും ധീരന്മാരുമാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നത് ആ മക്കയിലുള്ള ആളുകളെ പോലെ ധീരന്മാരായ ആളുകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അത്രയേറെ വലിയ ധീരരും യോദ്ധാക്കളുമായ മക്ക ഖുറൈശികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തിനോടും വലിയ വിദ്വേഷം വെക്കുകയും അവരെ എല്ലാ നിലക്കും ആക്രമിക്കുകയും അവരോട് വേണ്ട എല്ലാവിധ അതിക്രമങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളോട് വലിയ ശത്രുത കാണിച്ചിരുന്ന ഖുറൈശികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അബൂജഹൽ എന്ന് പറയുന്നത്. ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു ഓരോ ശത്രുക്കളെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? ഓരോ പ്രവാചകന്മാരുടെ ജീവിതത്തിലും അങ്ങനെ ഓരോ ശത്രുക്കളെ നമുക്ക് കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കാലഘട്ടത്തിൽ നബി തങ്ങളോട് വലിയ വിദ്വേഷം വെച്ചു പുലർത്തിയ ഒരാളാണ് അബൂജഹൽ എന്ന് പറയുന്നത്. അടങ്കലും നബിയാക്കൾക്കുള്ള ഫിർഔനോർ അബൂജഹൽ കൂകം ഒട്ടാമേ അഹ്മദ് നബി തിരുനാവൽ ഫിർഔനുൽ അക്ബർ ദൂരത്തോനമേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അബൂജഹലിനെ കുറിച്ച് പറഞ്ഞത് അവൻ ഏറ്റവും വലിയ ഫിർഔനുൽ അക്ബർ, ഏറ്റവും വലിയ ഫിർഔനാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. തന്നെയുമല്ല, കൊടിയോനെ കുലത്തെ വസ്വത്തുൽ അളം കുവലൈ കെട്ടിടുവർക്കാമേ കോനവൻ പൊറുക്കും ഏഴാണ്ട് പിഴയുണ്ട് കൂറിനാൽ ഉലമത്താമേ. അബൂജഹലിനെ കൊല ചെയ്യപ്പെട്ട ബദർ യുദ്ധ ചരിത്രം കേൾക്കുന്ന ആളുകൾ, അതിനുവേണ്ടി സമ്മേളിച്ച ആളുകൾ, അത് പറയുന്നവർ, പ്രിയമുള്ളവരെ, മഹാന്മാര് പഠിപ്പിക്കുന്നത് അവരുടെ 7 വർഷത്തെ പാപങ്ങൾ അതിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. കണ്ടോ, നല്ല ഇഖ്ലാസോടുകൂടെ നാം ഈ മജ്ലിസിൽ ഇരുന്നാൽ പറയുന്നതിന്റെ ആ രസമൊന്നുമല്ല, പാട്ടിന്റെ രസമല്ല, നേരെ മറിച്ച് മഹാന്മാരായ ബദരീങ്ങളോടുള്ള ആ ആദരവോടുകൂടെ നാം ഇവിടെ ഇരുന്നാൽ തീർച്ചയായും അള്ളാഹു അവന്റെ 7 വർഷത്തെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്ര വലിയ സ്ഥാനമുള്ളവരാണ് മഹാന്മാരായ ബദരീങ്ങൾ എന്ന് നാം മനസ്സിലാക്കുക. ബദരീങ്ങളുടെ മഹത്വത്തെ കുറിച്ച് മഹാന്മാരെ വളരെ വിശദമായി പറയുന്ന ഒരുപാട് ഇശലുകൾ ഈ ബദർ ഖിസ്സയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ബദരീങ്ങളുടെ മഹത്വം പറയുന്ന 1-2 വരി പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ആ ബദറിന്റെ ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. കലാമുള്ള ഹദീസിലും മുർസലിൽ നമുക്കിന്ന് കമാലായ ബയാൻ കൊണ്ട് റസൂസായിബന്ന് അവരെ കനദിയം ഫളായിലാൽ അറിവാൻ എന്നോ അറിവീരെ ബദറിൻ
നിന്റെ അകൽകൾക്ക് സുവന്താറാൽ അഹദവൻ നബിനാവാൽ അത് ബുശീറ ഹീന أحمد يقولوا يا أهل البدرا ഉറപ്പാലയുമയൊക്കെ അഫ്ളലുൽ അസ്ഹാബം ഉമൈകൾക്ക് അദൻ ജന്നത്താൻ ഔജബ റഹ്മൻ ഉരൈഹ ബിഗൈരി ശക്കിനും ലാ റൈബ കരങ്ങൾ ചെയ്തതും ഇനി ചെയ്യും മണ്ടർകളെ മർത്തബ എന്റെ കമല മുഹ്താജുമക്കില്ല എന്നെ ബിത്തിവാ ഇവയവൻ മകിയേകി അമർ കൊന്നറിവിത്താൻ എന്താറ്റൽ നബി ഹദി സരുളി വിടുത്തോർ റാഫിഉള്ള പതിയോ ഇതയോരത്താർ വിശുദ്ധ ഖുർആനിലും വിശുദ്ധമായ ഹദീസ് ഷരീഫിലും മഹാന്മാരായ സ്വഹാബത്തിന്റെ ഒരുപാട് മഹത്വങ്ങളെ വിശദീകരിക്കുകയാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരിക്കൽ മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, അങ്ങയുടെ സ്വഹാബത്തിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് നബിയെ? ബദറിൽ സംബന്ധിച്ച ബദരീങ്ങളെ കുറിച്ച് നബിയെ അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, ഒരു നാൾ നബിയോട് ഓതി ജിബ്രീലോ ഉങ്ങള് വിചാരമ്മ വരെ കൊണ്ടെന്താമേ ഉരകട്ട് ത്വാഹാജ് വബന് സ്വഹബീകൾ ഒക്കെയിൽ പോരീശ പെട്ടോറി വരാമേ. അല്ലയോ ജിബ്രീൽ, എന്റെ സ്വഹാബത്തില് വെച്ച് ഏറ്റവും മഹത്വമുള്ളവര് ബദറിൽ പങ്കെടുത്ത ശുഹദാക്കളാണ്, ബദർ ശുഹദാക്കളാണ് ജിബ്രീൽ. അപ്പോഴാണ് മഹാനായ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറയുകയാണ്, ഇവരെന്ന് കേട്ടപ്പോൾ റൂഹുൽ അമീനായോർ ഇപ്പോലെ ആകും ലൈകിലാകയോ. ഓ നബിയേ, അങ്ങയുടെ സ്വഹാബത്തിൽ ബദറിൽ സംബന്ധിച്ച സ്വഹാബത്തിനാണ് വലിയ മഹത്വമെങ്കിൽ നബിയെ കേൾക്കണം തങ്ങളെ, അവിടുത്തെ സ്വഹാബത്തിനെ ബദറിൽ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ഒരുപാട് ആയിരക്കണക്ക് വരുന്ന മലായിക്കത്തുകളുണ്ട്, മലക്കുകളുണ്ട് നബിയെ. ആ മലക്കുകൾക്കാണ് അള്ളാഹുവിന്റെ കോടാനക്കോടി വരുന്ന മലക്കുകൾക്കിടയിൽ അള്ളാഹു വലിയ മഹത്വം നൽകിയത് എന്ന് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറയുകയാണ്. കണ്ടോ, ഈ ചൊല്ലിയ ബൈത്ത് ബദർ മാലയിൽ ഉള്ളതാണ്, നമ്മുടെ പഴയകാല ആളുകൾക്കൊക്കെ സുപരിചിതമാണ് അല്ലേ? അതുപോലെ അതിൽ തന്നെ പറയുന്നത് കാണാം, മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ ബദർ ശുഹദാക്കളെ പറഞ്ഞാൽ, അവരെ പേര് പറഞ്ഞാൽ വലിയ രോഗങ്ങളുള്ളവർക്ക് ശിഫ നൽകുന്നു. ഇങ്ങനൊക്കെ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട്. നബിതങ്ങൾ പറയുകയാണ്, കറഉങ്കൾ ചെയ്തതും എന്നെ ചെയ്യും ഹതാദംബ ഓഫറല്ലാലക്കും അണ്ടർകളെ മർതബ ഏകി കമൽ മുഹ്താജുമക്കില്ല എന്നെ ബിത്തൗബ.
അസ്ഹാബുൽ ബദരീങ്ങൾ അവർ ചെയ്തു പോയ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. അതുപോലെ വരാനിരിക്കുന്ന മുഴുവൻ പാപങ്ങളെയും അല്ലാഹു അങ്ങ് പുറത്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ അവർക്കുള്ള സ്ഥാനം മഹാന്മാരായ മലായിക്കത്തിന്റെ സ്ഥാനമാണ്. മലക്കുകളുടെ സ്ഥാനമാണ് അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. തന്നെയല്ല, അവർക്ക് സ്വർഗം വുജൂബാ. അല്ലാഹു ബദരീങ്ങൾക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു. കഴിഞ്ഞതും വരാനിരിക്കുന്നതും എല്ലാം പുറത്തു കൊടുത്തത് കൊണ്ട് തന്നെ അവർക്കിനി തൗബ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവരുടെ സ്ഥാനം മലക്കുകളുടെ സ്ഥാനമാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ കൊണ്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നിങ്ങൾ നോക്കൂ, പെരുത്ത പേർക്ക് വിലായത്ത് എത്തിമോ ഫല്ലലാം വലിയാക്കളായി ബേട്ടറാണിമയൻ കൊലി ബദരീങ്ങളെ വളർഹത്തിനാൽ ആരിഫാം വലിയാക്കളിൽ ചിലർ ഉന്നിരോഗികൾ അശിലേ അംഗ കൈകളെ വെത്തവർ മക്കളാൽ ശിഫ തേടലിൽ സാരിആൽ ഗുണമത്തി ഒയ്യെ എടുത്തതില്ല കൈ സത്യം സയ്യിദേ ശിഫതായനിൽ ബദരീങ്ങളാൽ വളർഹത്തിനാൽ. നാം കാണുന്ന എത്രയോ മഹാന്മാരായ ഔലിയാക്കളുണ്ട്. മഹാന്മാരായ ഔലിയാക്കൾ അവർക്ക് അല്ലാഹു വിലായത്തുന്ന മഹത്തായ പദവി നൽകുന്നത് മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങളെ സ്മരിക്കാതെ, അവരെ ആദരിക്കാതെ, ബഹുമാനിക്കാതെ ഔലിയാക്കളെയും അല്ലാഹു വിലായത്തെന്ന സ്ഥാനം കൊടുക്കുന്നില്ല. കണ്ടോ, നമ്മളത് അസ്മാഉൽ ബദർ ചെല്ലുന്ന ആ മൗലിദിൽ നമുക്ക് കാണാൻ കഴിയും. വദക്കറ ശൈഖ് ഉദ്ദാറാനി റഹിമഹുല്ലാഹ് അന്നഹു സമിഅ മിൻ മശായിഖിൽ ഹദീസ് അന്ന ദുആ മുസ്തജാബുൻ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. കണ്ടോ, മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറഞ്ഞ് ഒരാൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നത് ഉറപ്പാണ്, ഉത്തരം ലഭിക്കുമെന്നത് ഉറപ്പാണ്. മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് മഹാന്മാരായ ആരിഫീങ്ങൾ പറയുകയാണ്, ആരിഫീങ്ങളായ ആളുകൾ പറയുന്നു, മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങളുടെ പേര് ഒരു രോഗിയായ ആളുടെ തലയിൽ കൈവച്ചിട്ട് ഒരാളങ്ങ് ചൊല്ലി മഹാന്മാരായ സ്വഹാബുൽ ബദരീങ്ങളുടെ ആ അസ്മാഉൽ ബദറങ്ങ് ചൊല്ലിയാൽ സാരിഅൽ ഗുണം എത്തും ഒയ്യെ എടുത്തതില്ല കൈ സത്യം സയ്യിദേ ശിഫതായനിൽ ബദരീങ്ങളെ പുകൾ ഹഖിനാൽ. ആ തലയിൽ നിന്ന് കയ്യങ്ങ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ആ രോഗിക്ക് ശമനം നൽകുകയാണ്, ആ രോഗിക്ക് അല്ലാഹു ശിഫ നൽകുകയാണ്. രോഗികൾക്ക്, വലിയ വേദനയിൽ കഴിയുന്ന ആളുകൾക്കുള്ള വലിയ മരുന്നാണ് അസ്മാഉൽ ബദർ. രോഗികളായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ല ഇഖ്ലാസോടുകൂടെ അസ്മാഉൽ ബദർ ആ രോഗിയുടെ തലയിൽ കൈവച്ചങ്ങ് ചൊല്ലിയാൽ മഹാന്മാര് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ബദരീങ്ങളെ പേര് അത് വലിയ രോഗങ്ങൾക്ക് വലിയ ശമനത്തിന് കാരണമാണ്. ആരിഫീങ്ങളായ ആളുകൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര ആളുകൾക്ക് ബദരീങ്ങളെ കൊണ്ട് അത്തരത്തിലുള്ള സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എത്ര ആളുകൾക്ക് ബദരീങ്ങളുടെ മേൽ നേർച്ചയാക്കിയിട്ട് നമുക്ക് വലിയ ഫലം ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്നത്തെ കാലവും കഴിഞ്ഞ കാലങ്ങളും ആലോചിച്ച് നോക്കിയാൽ മുൻപ് കാലങ്ങളിലൊക്കെ എന്തൊരു പ്രയാസം വന്നാലും ബദരീങ്ങളുടെ പേരിൽ നേർച്ചകൾ നിയത്താക്കുന്നു, ബദർമാല ചെല്ലാൻ നിയത്താക്കുന്നു. അതിലൂടെ അള്ളാഹു ആ കാര്യം അങ്ങ് സാധിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? അപ്പൊ അതിനുവേണ്ടി എന്റെ പ്രിയമുള്ളവരെ നല്ല രൂപത്തിൽ മഹാന്മാരായ ബദരീങ്ങളെ
നാം അങ്ങ് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകുമെന്നത് ഉറപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ബദർ മൗലിദിന്റെ അസ്മാഉൽ ബദർ ചെല്ലുന്നതിന്റെ തൊട്ട് മേലെ നമുക്ക് കാണാൻ കഴിയും, ബദരീങ്ങളെ പറഞ്ഞിട്ടൊരാൾ ദുആയിരുന്നാൽ അള്ളാഹു തീർച്ചയായും ഇജാബത്ത് നൽകുമെന്നത് ഉറപ്പാണ്. അതുപോലെ കൂറിടൈ സുലഹാക്കളിൽ ചിലർ ഉന്നി സങ്കടങ്ങൾ ബലാഉകൾ കടുപ്പമില്ല സ്മാഉഹും കുറി തിട്ടുകെട്ടുകിലോതിലും. അതുപോലെ വലിയ പ്രയാസമുണ്ടെങ്കിൽ അസ്മാഉൽ ബദർ ഒരാൾ ചൊല്ലിയാലും പ്രതിഫലം കിട്ടും. അതുപോലെ അത് എഴുതി നമ്മുടെ ശരീരത്തിൽ കെട്ടിയാൽ അവന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. കണ്ടോ മുഅ്മിനീങ്ങളെ, അന്തമായ കുടുക്കിടുക്കമ്മോ ക്ഷിപ്ര സംഗീടം ബൻബലാൽ മൽബദൻ കസബകയില്ലു വനരം മാതകയോ തുളർച്ചയിൽ എത്തും മോത്തരം വെക്കലായൊരു ചക്രത്തിൽ വല്ലവാപൊരു കൻപിഴാപത് നിങ്ങളാവുകൾ ഹഖീരാൽ. ഹല്ലിസ്വായെ കരുത്ത് കൊണ്ട് വെളുത്ത് മന്വരിങ്ങളാം ഹളിറുണ്ണെവിടത്തിലും തൻ മുറാദ് പോൽ ക്ഷണം ഹസ്വീലാ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമുക്ക് ബദരീങ്ങളെ നമ്മൾ വിളിച്ചിട്ട് നമുക്ക് ഉത്തരം ലഭിക്കാത്തത്? അല്ലേ, പലപ്പോഴും നമ്മൾ നേർച്ചയാക്കുന്നുണ്ട്, ഖുതുബിയത്ത് നേർച്ചയാക്കുന്നുണ്ട്, അതുപോലെ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടതുപോലെ നമുക്ക് ഫലം ലഭിക്കാത്തതിന്റെ കാരണം നാം അത് ചെയ്യുമ്പോഴും അതിന് പ്രത്യേകമായ ഒരു നിബന്ധനയുണ്ട്. എന്താണ്? ഖാലിസായ കരുത്ത് കൊണ്ട് വിളിച്ചു മൻബദ് രിങ്ങളാ ഹളിറുണ്ട് വിടത്തിലും തന്മോറാദ് പോൽ ക്ഷണം ഹസ്വീലാ. വിളിക്കുമ്പോൾ നിഷ്കളങ്കമായ ഇഖ്ലാസോടുകൂടെ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ ഉടനെ തന്നെ ആ മുറാദ് അല്ലാഹു ഹാസിലാക്കി തരികയാണ്. വിളിക്കുന്നതിന്റെ നിബന്ധന അത് ഇഖ്ലാസോടുകൂടി ആയിരിക്കണം, നല്ല മനസ്സോടുകൂടി ആയിരിക്കണം. അല്ലേ, അതുകൊണ്ടാണ് മുഹയ്യദ്ദീൻ മാലയിലും നമുക്ക് കാണാം. മുഹയ്യദ്ദീൻ മാല ചൊല്ലുമ്പോ നമ്മൾ ഖുതുബിയത്ത് 1000 വട്ടം ചൊല്ലിയിട്ടും നമുക്ക് ചിലപ്പോ കാര്യങ്ങൾ നേടൂല്ല. അല്ലേ, അല്ലെങ്കിൽ വേണ്ടതുപോലെ നമുക്ക് കാര്യങ്ങൾ സാധ്യമാകുന്നില്ല. കാരണം എന്താണ്? ചൊല്ലുന്നവർ കുള്ളേ മനസ്സിന്റെ ഉറപ്പ് പോൽ സൂക്ഷിത്ത് നായൻ ബൂലാക്കുമെന്നോവർ. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ചൊല്ലുന്നവർക്കുള്ള മനസ്സിന്റെ ഉറപ്പ്, അതിനാണ് വലിയ പ്രാധാന്യമുള്ളത്. കണ്ടോ? അപ്പൊ അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ ബദരീങ്ങളെ വിളിച്ചാൽ ക്ഷണം ഹാസില, ആ കാര്യം ഉടനെ തന്നെ അല്ലാഹു ഹാസിലാക്കി തരികയാണ്. അതുപോലെ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ അല്ലാഹു ഉടനെ തന്നെ നമുക്ക് ആ കാര്യം അല്ലാഹു സാധിപ്പിച്ചു തരും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മഹാന്മാര് പറയുന്നു, നമുക്ക് മരണസമയം നമുക്ക് ഈമാനോടുകൂടി മരണപ്പെടാൻ, ഈമാൻ കിട്ടി ആഖിബത്ത് നന്നായി മരണപ്പെടാൻ ബദരീങ്ങളുടെ പേരിൽ എല്ലാ ദിവസവും ഓരോ ഫാത്തിഹയെങ്കിലും നമ്മൾ ഓതാൻ ശ്രമിക്കണം. അസ്മാഉൽ ബദർ ചൊല്ലിയാൽ വലിയ മഹത്വമുണ്ട്. സിഹർ ഏൽക്കില്ല, അതുപോലെ വലിയ പ്രയാസങ്ങൾ നമുക്ക് ഏൽക്കുകയില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല, വലിയ രോഗങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ തുടങ്ങിയ വലിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വലിയ പരിചയാണ് അസ്മാഉൽ ബദർ എന്ന് പറയുന്നത്. ഇനി അതിന് കഴിയില്ലെങ്കിൽ നമ്മുടെ മജ്ലിസ് കൊണ്ട് മുഅ്മിനീങ്ങളെ ഒരു ഫാത്തിഹയെങ്കിലും മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ ഓതാനുള്ള ശ്രമം നാം നടത്തണം. ഒരു ഫാത്തിഹ
എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് കെടുക്കുന്നതിന് മുമ്പ് നാം ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ ഖാലിഖാനവൻ വീതി ചെയ്തിടും റിസ്ഖിലും കസബാനദിൽ കാത്തിടന്നെ റഹീമനി ബദ്രിൽ ഹഖും വഫളിനാ. അങ്ങനെ ചെയ്താൽ പ്രിയമുള്ളവരെ അല്ലാഹു നമ്മുടെ റിസ്ഖിൽ ഭക്ഷണത്തിൽ വിശാലത നൽകും, നമ്മുടെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് തരും. അതുകൊണ്ട് അല്ലാഹു ബദരീങ്ങളെ കൊണ്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ബദരീങ്ങളെ ഒരു ഫാത്തിഹയെങ്കിലും ഓതാൻ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ നബിയും സ്വഹാബത്തും മദീനയിൽ ഇരിക്കുകയാണ്. മദീനയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. അവിടെ ഒരു സംഭവം നടക്കുകയാണ്. എന്താണ് ആ സംഭവമെന്ന് അടുത്ത ഇശലിലൂടെ നമുക്ക് കേൾക്കാം. ഹഖാന ഖൗന മറൽ മക്കാവ് വിട്ടു നബി മക്ക മദീന തണവായി ആരേതുമെത്തിടുക ഈരാറു മുത്തശഗർ വരാൽ പൊറുത്ത പിറകെ വരാൽ പൊറുത്ത പിറകെ ഹാമിദരും മിക്കോ സ്വഹാബികളും ഒക്കായിരിക്കും പൊള്ളുതേ സൂരുത്തർ വരെ യാസീൻ നബിക്കൊരുവി ശേഷം വിരുത്തി പൊരുളായി സാബർ ബഗി ുക്കാകേറിയ പൊന്നും ചുമയായി പാരുന്നു വാദിമതും ചേരുന്നവർ കത്തികം ൂരിന്നൊരുങ്ങി ഹറയായി കൊന്ന മറക്കാവ് വിട്ടു നബി മക്ക മദീന തണവായി ആരേതുമെത്തിടുക ഈരാറു മുത്തശഗർ വരാൽ പൊറുത്ത പിറകെ. അങ്ങനെ പ്രിയമുള്ളവരെ നബിയും സഹാബത്തും വിശുദ്ധ മദീനയിൽ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് നബിയുടെ ഹദ്റത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തോ രഹസ്യം ആ മനുഷ്യൻ പറയുകയാണ്. ഒരു രഹസ്യ ഭാഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നടത്തുകയാണ്. എന്താണ് ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്? എന്താണ്? തക്കോവർ ഹാമിദരും മിക്കോർ സ്വഹാബികളും ഒക്കെ ഇരിക്കും പൊള്ളോതിൽ ജാസൂസ് ഒരുത്തർ വരെ യാസീൻ നബിക്കൊരു ശേഷം വിരുത്തി പൊരുളായി. ഓ നബിയേ, ഇതാ മക്കയിൽ നിന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് നബിയെ. ആ അബൂ സുഫിയാനും സംഘവും മക്കയിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുപോകുന്ന ഈ സമ്പത്ത് അവിടുത്തെ സ്വഹാബത്തിന്റെ മുതലാണ്. അവിടെ നിന്നും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത സമയത്ത് സ്വഹാബത്തുൽ കിറാം അവിടെ ഉപേക്ഷിച്ചു പോയ മുതലുകൾ അതെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ആ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘം നേരെ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നബിയെ, അവർ പോകുന്ന വഴിയിൽ വഴിമധ്യേ അവരെ തടഞ്ഞു നിർത്തിയിട്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് അർഹതയില്ല നിങ്ങളുടെ മുതൽ അവരിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് നബിയെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ദൂതൻ ഒരു വിവരം നൽകുകയാണ്. അങ്ങനെയാണ് പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം തന്റെ സ്വഹാബത്തുൽ കിറാമിനോട് പറയുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? ഓ സ്വഹാബ, നാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുന്ന സമയത്ത് നമ്മെ ഒരുപാട് ആക്രമിച്ച, ഒരുപാട് അതിക്രമങ്ങൾ കാട്ടിയ ഖുറൈശികളുടെ ഒരു സംഘമിത ഷാമിലേക്ക് കച്ചവടവുമായി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്നുള്ള നമ്മുടെ മുതൽ ചോദിച്ചു വാങ്ങാൻ അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട് സ്വഹാബ, നമുക്ക് പോയാലോ എന്ന സ്വഹാബത്തിനോട്
അവിടെ ചർച്ച ചെയ്യുമ്പോൾ സ്വഹാബത്തുൽ കിറാം, പ്രിയമുള്ളവരെ, എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്? നമ്മൾ ആളുകൾ വളരെ കുറച്ചാണ്, അതുകൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം പറയുന്നത്? ഉരയൈതരിത്ത് നബി അരികോരിലുടനെ തരമാൽ പുറപ്പെടുകലായി, ഒറ്റക്കവാഫിർ മുതൽ പറ്റി പറിപ്പതിന് മുറ്റിത്തിരക്കി നടയായി. അരിമാൻ നബി സഹബും വരുന്നുണ്ടെന്നറിന്തവർകൾ അരികണ്ട പേട്ടപടി പോയി, ആശിപ്പാതടവേ പോകി കടന്ന് ബദർ പയക്കുളങ്ങൾ ചളമായി. തരമകരാദാവീരം കരീബുത്ത് തോഹാനബി തിരികെ സോങ്ങും റജആയി, കൈബത്തല തണവിൽ ഐറാലിരിക്കുന്നനി കതിരാവി ചപ്പി വിടലായി, കതിരാവി ചപ്പി വിടലായി. അപ്പാന കൊനമര മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി, ആരെയ്തു മെത്തിടുക തീരാറു മൊത്ത ചകർ പാനാൽ പൊരുത്ത പിറകെ, പാനാൽ പിറത്ത പുറകെ. ഉള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം സ്വഹാബത്തിനോട് പറയുമ്പോൾ സ്വഹാബത്തുൽ കിറാം രണ്ട് വളരെ സന്തോഷത്തോടുകൂടെ അവരത് സ്വീകരിക്കുകയാണ്. നബി തങ്ങളോട് പറയുന്നു, അല്ലയോ നബിയെ, മക്കയിൽ ഒരുപാട് അക്രമം കാണിച്ചവരാണവർ, നമ്മൾ എത്രയോ മുതലുകൾ അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരിൽ നിന്ന് ആ മുതൽ ചോദിച്ചു വാങ്ങാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പുറപ്പെടാം നബിയെ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടെ നിന്ന് അവരെ തേടി അബൂ സുഫിയാനെയും സംഘത്തെയും തേടിക്കൊണ്ട് പുറപ്പെടുകയാണ്. വഴിമധ്യേ അബൂ സുഫിയാനും സംഘവും അറിയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും തങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ള വാർത്ത അറിയുമ്പോ അവർ നേരെ അവിടെ നിന്ന്, പ്രിയമുള്ളവരെ, അവർ ഒരു കുറുക്ക് വഴിയിലൂടെ അവർ രക്ഷപ്പെടുകയാണ്. അവർ വേറെ വഴിയിലൂടെ നേരെ ഷാമിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ അവർ ഷാമിൽ എത്തുന്നു, അവിടെ കച്ചവടം നടത്തുന്നു. അവിടെ നിന്ന് ആ കച്ചവടത്തിന്റെ വലിയ ലാഭവുമായി അവർ തിരികെ മക്കയിലേക്ക് വലിയ ചരക്കുകളുമായി, ഒരുപാട് കച്ചവട ചരക്കുകളുമായി അവിടെ നിന്ന് തിരികെ മക്കയിലേക്ക് പ്രയാണം നടത്തുകയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ബോധനം നൽകുകയാണ്, അല്ലയോ നബിയെ, അവർ ഷാമിലേക്ക് കടന്നു കളഞ്ഞെങ്കിലും തിരികെ അവർ ഷാമിൽ നിന്നും ഇതാ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വഴിമധ്യേ അവരിൽ നിന്ന് തങ്ങളുടെ അവകാശമാകുന്ന സമ്പത്ത് ചോദിച്ചു വാങ്ങാൻ നബിയെ അങ്ങ് പുറപ്പെടണം നബിയെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുകയാണ്. അങ്ങനെയാണ് നബിയും സ്വഹാബത്തും അവിടെ നിന്ന് അബൂ സുഫിയാനെയും സംഘത്തെയും തേടി പുറപ്പെടുന്ന ആ രംഗം, പുറപ്പെടാൻ ഒരുങ്ങുന്ന തന്റെ കൂടെയുള്ളവരെ സജ്ജരാക്കുന്ന ആ രംഗത്തെ കുറിച്ച് മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ നവ്വറല്ലാഹു മർഖദഹു വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. വളർകൊടി മോണ്ണം കേട്ടിടയതിലുണ്ടേ അബിയല് വർണ്ണമനാം രണ്ടും അശ്വതുമാമേ സന്തത കൊണ്ടേ ഓൾ തിരുകരമാലുണ്ടാമേ തന്നിനബി തന്നോള് വിസഅബിലിന്ദാൻ അവരുടെ തലപടി ചേതാറ്റൽ വിലനിലയാകെ ഇതമിഉഖാം ശക്തി ഉലിയലിയാർ തങ്ങൾക്കും യദലമാമോണ്ടം സഅദ് ഇബ്നു മുആദിൽ അർശരിടബലം നീന്താറ്റൽ ഇരുതിരുപേനോ ബദർ ഹുദാ യാസീൻ നബി ഹർജായി നേരം
വളർക്കൊടി മോണ്ടം കെട്ടിടയതിലുണ്ട് അഭിയൽ വർണ്ണമനാണ്ടും അസ്വദുമാവേ. സന്മാർഗത്തിന്റെ പ്രവാചകനാകുന്ന സന്മാർഗത്തിന്റെ ചന്ദ്രനാകുന്ന പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെയുള്ള സ്വഹാബത്തുൽ കിറാമിനെ അബൂ സുഫിയാനെയും സംഘത്തെയും തേടി പുറപ്പെടുന്നതിന് വേണ്ടി സജ്ജരാക്കുകയാണ്. അതിനുവേണ്ടി നബി തങ്ങൾ ആദ്യമായി ഒരു 3 പതാകകൾ കെട്ടിയുണ്ടാക്കുകയാണ്. 3 പതാകകൾ തയ്യാറാക്കുന്നു. എന്നിട്ട് ആ 3 പതാകകൾ തന്റെ കൂടെയുള്ള സ്വഹാബത്തുൽ കിറാമിന് നൽകുന്നതിന് വേണ്ടി പ്രിയമുള്ളവരെ നബി തങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഒരുപാട് സ്വഹാബത്തുൽ കിറാമുണ്ട്. ആ പുറപ്പെടാൻ വേണ്ടി സജ്ജനായ സ്വഹാബത്തുൽ കിറാം 313ഓളം വരുന്ന സ്വഹാബയുണ്ട്. ആ സ്വഹാബത്തുൽ കിറാമിനെ നേരെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആ പതാക ആർക്കാണ് നൽകുക? സ്വഹാബത്തുൽ കിറാം ജിജ്ഞാസയോടുകൂടെ പടച്ചവരെ ആർക്കാണ് ഈ മുത്തബറക്കായ കരത്തിൽ നിന്ന് ഈ പതാക സ്വീകരിക്കാൻ കഴിയുന്നത് ആർക്കാണ് എന്ന് സ്വഹാബത്തുൽ കിറാം പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുമ്പോഴാണ് സദദ കുടേ കോൾ പൊങ്കും തിരുകരമാലുണ്ടാമ തദിനബീതൻ തോളർ മിസ്അബിലീന്ദാർ അവരത് തലപിടി ചെയ്താറ്റൽ മോ പിലനിലയാകേ. അതിൽ നിന്ന് ആ 3 പതാകയിൽ നിന്ന് വെളുത്ത പതാക എടുത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് വിളിക്കുകയാണ്, ഐന മിസ്അബ് ഇബ്നു ഉമൈർ, എവിടെ മിസ്അബ് ഇബ്നു ഉമൈർ എവിടെ? കൂട്ടത്തിൽ നിന്ന് 313 വരുന്ന സ്വഹാബത്തുൽ കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് സുമുഖനായ സുന്ദരനായ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ഉടനെ തന്നെ മിസ്അബ് തങ്ങളെ നേരെ അങ്ങ് മുന്നോട്ട് വരുന്നു. സ്വഹാബത്തുൽ കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് കടന്നു വരുന്ന മഹാനായ മിസ്അബ് തങ്ങളെ സ്വഹാബത്തുൽ കിറാം തക്ബീറിന്റെ മന്ത്രധ്വനികളോടുകൂടെ സ്വീകരിക്കുകയാ. ആ മിസ്അബ് തങ്ങൾക്ക് ആദ്യമായി പതാകയങ്ങ് നൽകുകയാണ്. പതാകയങ്ങ് നൽകുന്നു. രണ്ടാമത്തെ 2 പതാകകളുണ്ട്, കറുത്ത പതാകകൾ. ഇതമേസത്തി പുലി അലിയാർ തങ്ങൾക്കും ഇയതലമാമോണ്ടാം സഅ്ദിബ്നു മുആദിൽ അരശരെ ഇടവലവോ നീണ്ടാരൻ കവറിരു പേരോ. രണ്ടാമത്തെ പതാക എടുത്തു. എന്നിട്ടത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അലൈഹി വസല്ലം തങ്ങൾ നൽകുകയാണ്. രണ്ടാമത്തെ പതാക മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് നൽകുന്നു. അതുപോലെ തന്നെ 3ാമത്തെ പതാക മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് നൽകുകയാണ്. എന്നിട്ട് ഈ 2 പതാകകൾ നൽകിയ ഈ സ്വഹാബത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ 2 പാർശ്വങ്ങളിലായി നിർത്തുകയാണ്. അവിടെ നിന്ന് അബൂ സുഫിയാനെയും സംഘത്തെയും തേടിയുള്ള ആ പുറപ്പെടൽ മദീനയിൽ നിന്ന് മുഅ്മിനീങ്ങളെ ആരംഭിക്കുകയാണ്. എന്നാണ് അവർ മദീനയിൽ നിന്ന് അബൂ സുഫിയാനെയും സംഘത്തെയും തേടിക്കൊണ്ട് എന്നാണ് പോകുന്നത്? നമുക്കതിന്റെ അവസാന ഭാഗം നമുക്ക് കാണാം. ഷഹറുകളിൽ പോരീശ മികും റമളാനീരാറോം ശറഫുടയ തിങ്കൾ യോ മിനിലരി കോരും ഫറജുടെ ഷഹയിലഴോന്നള്ളിടെ തിരുനബി തങ്ങൾ. റമളാനിന്റെ 12ാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. നബിയും സ്വഹാബത്തും അവിടെ നിന്ന് ആ മദീനയിൽ നിന്ന് അബൂ സുഫിയാനെ തേടി പുറപ്പെടുന്നത്. ഒരിക്കലും നബിയും സഹാബത്തും ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയല്ല. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബിയും സഹാബത്തും പോകുന്നത് അബൂ സുഫിയാനെയും സംഘത്തെയും തേടിയിട്ടാണ്. കാരണം അവരിൽ നിന്ന് തങ്ങൾക്ക് അനുവാദപ്പെട്ട ആ മുതൽ
ചോദിച്ചു വാങ്ങണം എന്ന ഒരൊറ്റ ലക്ഷ്യമല്ലാതെ നബിക്കും സ്വഹാബത്തിനും മറ്റൊരു ലക്ഷ്യമില്ല. കാരണം അവർ പോകുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ 305 സ്വഹാബത്തുൽ കിറാമിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വെറും 5 വാളുകളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അറബികളെ സാധാരണ കൊണ്ടു നടക്കാറുള്ള ഒരു വാൾ, അത് അവരുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അവരുടെ കയ്യിൽ ഒരു വാളുണ്ടാകും. ആ ഒരു വാള് പോലും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന്റെ കയ്യിലില്ലായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പ്രിയമുള്ളവരെ നബിയും സ്വഹാബത്തും നേരെ പുറപ്പെടുകയാണ്. ആയുധങ്ങൾ ഒരിക്കലും ഇല്ല എന്നത് തന്നെ ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പെടലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതുപോലെ ചുരുങ്ങിയ വാഹനങ്ങൾ, ഒട്ടകങ്ങളും കുതിരകളുമൊക്കെ വളരെ കുറഞ്ഞ വസ്തുക്കൾ മാത്രമാണ് നബിയുടെയും സ്വഹാബത്തിന്റെയും കയ്യിലുള്ളത്. അങ്ങനെയാണ് പ്രിയമുള്ളവരെ അവർ അവിടെ നിന്നും നേരെ പുറപ്പെടുകയാണ്. ഈ സമയത്ത് വിശുദ്ധ മക്കയിൽ ഈ അബൂ സുഫിയാനും സംഘവും ഈ വിവരമറിയുകയാണ്. ഷാമിൽ നിന്ന് വരുന്ന അബൂ സുഫിയാനും സംഘവും ഈ വിവരമറിയുന്നു. അവർ ഉടനെ തന്നെ മക്കയിലേക്ക് ഒരാളെ പറഞ്ഞുവിടുകയാണ്. എന്തിനാണ്? നബിയും സ്വഹാബത്തും തങ്ങളെ ആക്രമിച്ചിരിക്കുന്നു, വഴിമധ്യേ ഞങ്ങളുടെ സമ്പത്തുകളൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന ഒരു വാർത്ത മക്കയിൽ പറയാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ മക്കയിലുള്ള ആളുകളെ പ്രകോപിപ്പിക്കാനും പെട്ടെന്ന് അവരുടെ സഹായം അബൂ സുഫിയാനും സംഘത്തിനും ലഭിക്കുന്നതിനു വേണ്ടി അവർ അങ്ങനെ ഒരു കാര്യം ഒരു മനുഷ്യനോട് പറഞ്ഞു വിടുകയാണ്. അയാളുടെ പേര് ലംലം എന്നാണ്. ആ മനുഷ്യനെ ഇവിടെ നിന്നും അബൂ സുഫിയാനും സംഘവും അശാമിൽ നിന്ന് വരുന്ന യാത്രാ മധ്യേ മക്കയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ സമയത്ത് മക്കയിൽ ഒരു സംഭവം നടക്കുകയാണ്. മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായി ആതിഖ ബീവി റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് ആ സ്വപ്നം? അതേക്കുറിച്ച് മഹാൻ പറയുന്ന നമുക്ക് കാണാം. ഉള്ളരീണ്ടയിലും നാക്കത്തേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ നയമുണ്ട് ദിനം മുന്നേ തെളിവർ നബിക്കമ്മ തായ ആതിക ഉമ്മതാൻ തേരി തുയേ തന്നിൽ കണ്ടാളേക മനാമതാൻ വലമാം ഗൈറാനാക്കി നാവ് കണ്ടങ്ങോ നർനാളേ പകലിൽ അംബാസി പരുത്തി ചേരി മൊളിന്താളേ ഉളമക്കാനിയേ യൂരിലുള്ള നല്ലവർക്ക് പുല്ലിൽ ബലിയെ ഹലാൽ വരുന്നുണ്ട് ലാശക്ക്. മഹദിയായ ആതിഖ ബീവി റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് ആ സ്വപ്നം എന്നറിയോ? ആ സ്വപ്നം കണ്ട് മഹദിയായ ആതിഖ ബീവി വല്ലാതെ അങ്ങ് പേടിച്ചരണ്ട് ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. മഹദി അവറുകൾ തന്റെ സഹോദരനാകുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് തന്റെ സഹോദരനോട്, ഇക്കാക്കയോട് ഈ സ്വപ്ന വാർത്തയെ കുറിച്ച് പറയുകയാണ്. അല്ലയോ സഹോദര, ഞാൻ ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വലിയൊരു സ്വപ്നം ഞാൻ കണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ പ്രിയമുള്ള സഹോദര? ഞാൻ കണ്ടിരിക്കുന്ന സ്വപ്നം, ഒരു മനുഷ്യൻ ഒരു ഒട്ടകപ്പുറത്ത് വരികയാണ്. അയാൾ നേരെ വിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്ത് വന്ന് അയാളിങ്ങനെ വിളിച്ചു പറയുന്നു, ഓ മക്ക ഖുറൈശികളെ, നിങ്ങളുടെ നേതാക്കൾക്കെല്ലാം വലിയൊരു നാശം ഇത് വരാനിരിക്കുന്നു എന്നൊരു വാർത്ത അയാൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അങ്ങനെ അവസാനം അവിടെ നിന്ന് അയാൾ നേരെ ആ കഅബ ഷരീഫിന്റെ തൊട്ടുചാരത്തുള്ള ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് ചാടി കയറുകയാണ്. ആ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിലേക്ക് അയാൾ കയറിപ്പോകുന്നു. എന്നിട്ട് നേരെ അതിന്റെ മുകളിലേക്ക് ചെന്നിട്ട് അയാൾ ചെയ്യുന്ന ഒരു രംഗമുണ്ട്. എന്താണ് അയാൾ ചെയ്യുന്നത്? ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് അയാൾ അവിടെ നിന്ന് ഉരുട്ടിയെടുക്കുകയാണ്.
പാറക്കല്ല് ഇളക്കിയെടുക്കുന്നു. എന്നിട്ട് നേരെ ആ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങ് തട്ടിയിടുകയാണ്. ആ പാറക്കല്ല് പ്രിയമുള്ളവരെ ആ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നേരെ ഉരുണ്ടുരുണ്ട് താഴേക്ക് പതിക്കുന്ന ആ ഒരു രംഗം ആതിഖ ബീവി റളിയല്ലാഹു അൻഹാ സ്വപ്നത്തിലൂടെ കാണുകയാണ്. എന്നിട്ട് ആ കല്ല് നേരെ അങ്ങ് താഴേക്ക് പതിക്കുമ്പോൾ ആ കല്ല് ഒരുപാട് കഷ്ണങ്ങളായി, ഒരുപാട് പീസുകളായി ചിതറിത്തെറിക്കുകയാണ്. ആ തെറിക്കുന്ന ഓരോ കഷ്ണങ്ങളും മക്കയിലുള്ള ഓരോ ഖുറൈശി നേതാക്കളുടെയും ഖുറൈശികളുടെ ഓരോ കുടുംബങ്ങളിലും ആ കല്ലിന്റെ ഓരോ കഷ്ണങ്ങൾ ചെന്ന് വീണിട്ടുണ്ട് എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോഴാണ് അബ്ബാസ് തങ്ങൾ പറയുന്നു, അല്ലയോ ആതിഖ, നീ സ്വപ്നം വളരെ രഹസ്യമായി വെക്കണം. ഈ സ്വപ്നം വളരെ രഹസ്യമാക്കി വെക്കണം. കാരണം ഇത് വളരെ ആപത്തുള്ളൊരു സ്വപ്നമാണ്. മക്കയിലുള്ള ഖുറൈശികൾക്ക് വലിയൊരു ആപത്ത് വരാനിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇത് എന്ന് ആതിഖ ബീവി റളിയല്ലാഹു അൻഹയോട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയല്ല, ഇത് മക്കയിലുള്ള ഖുറൈശികളുടെ വലിയൊരു നാശത്തിന്റെ ഒരു കാരണം വരാനിരിക്കുന്നതിന്റെ ഒരു സൂചനയാണ് എന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂചന നൽകുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ഈ സ്വപ്ന ദർശനം കഴിഞ്ഞു. 3 ദിവസത്തിന് ശേഷമാണ് ലംലം, അബൂ സുഫിയാൻ പറഞ്ഞയച്ച ലംലം നേരെ മക്കയിലെത്തുന്നത്. ഇതിന്റെ ഇടയിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതെല്ലാം നാം മാറ്റിയിട്ടാണ് നാം 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന രൂപത്തിൽ അവസാനം ചെറിയൊരു ചരിത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കണം. എവിടെയും എത്തുകയില്ലെന്ന് നമുക്കറിയാമല്ലോ. ബദറിന്റെ നേരത്തെ സൈദുക്ക പറഞ്ഞല്ലോ, 7 ദിവസവും 10 ദിവസവും ഒക്കെയാണ് ബദർ ഖിസ്സ മുൻകാലങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ 1 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂർ കൊണ്ട് പറയാൻ നമുക്ക് കഴിയില്ല എന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാവുന്ന വസ്തുതയാണ്. അങ്ങനെ ആ ലംലം അവിടെ എത്തുകയാണ്. ലംലം അവിടെ എത്തിയിട്ട് പറയുന്നത്, അല്ലയോ മക്ക ഖുറൈശികളെ, ആതിഖ ബീവി കണ്ട സ്വപ്നത്തിന്റെ ഒരു ശരിയായ ഒരു തനി ആവർത്തിയാണ് ആ ലംലം അവിടെ പ്രഖ്യാപിക്കുന്നത്. ലംലം പറഞ്ഞു, മുഹമ്മദും അനുയായികളും നമ്മുടെ കച്ചവട സംഘത്തെ ആക്രമിച്ചിരിക്കുന്നു, നമ്മുടെ മുതലുകളെല്ലാം അപഹരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മക്കയിലുള്ള ഖുറൈശികൾ എല്ലാവരും അവിടെ നിന്നും തയ്യാറായി നബിയെയും സ്വഹാബത്തിനെയും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന ആ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടെ മക്കയിൽ നിന്ന് അവർ നബിയെയും സ്വഹാബത്തിനെയും തേടിക്കൊണ്ട് പ്രിയമുള്ളവരെ നേരെ അവർ പുറപ്പെടുകയാണ്. അവർ നേരെ പുറപ്പെടുന്നു. നബിയും സ്വഹാബത്തും അബൂ സുഫിയാനെയും തേടിക്കൊണ്ട് പുറപ്പെടുകയാണ്. നബിയും സ്വഹാബത്തിനും അറിയില്ല മക്കയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പിന്നീട് നബിക്കും സ്വഹാബത്തിനും അള്ളാഹു പ്രത്യേകമായി വിവരം കൊടുക്കുകയും അങ്ങനെ നബി സ്വഹാബത്തിനോട് വിവരങ്ങൾ പറയുന്നു, അല്ലയോ സ്വഹാബ, മക്കയിൽ നിന്ന് ഖുറൈശികൾ ഇതാ നമ്മെ തേടിക്കൊണ്ട് നമ്മുടെ ഒരു യുദ്ധത്തിന് തയ്യാറായി വരികയാണ്. നമ്മളാണെങ്കിലോ ഒരു യുദ്ധത്തിന് തയ്യാറായി ഒരിക്കലും പുറപ്പെട്ടതല്ല. നമ്മൾ പോകുന്നത് അബൂ സുഫിയാനെ തേടിയിട്ടാണ്. എങ്കിലും അള്ളാഹു അവരോട് യുദ്ധം ചെയ്യാൻ നമ്മെ ആക്രമിക്കാൻ വരുന്ന ആ സംഘത്തോട് പ്രതിരോധിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് സ്വഹാബത്തിനോട് പറയുകയും സ്വഹാബത്തെല്ലാം എല്ലാം നല്ല മനസ്സോടുകൂടെ ഏറ്റെടുക്കുകയും അവിടെ നിന്ന് അവരെല്ലാവരും ബദറിലേക്ക് നേരെ പുറപ്പെടുകയാണ്. ബദർ ലക്ഷ്യമാക്കി നബിയും സ്വഹാബത്തും ആ മദീനയിൽ നിന്നിറങ്ങിയ 305 വരുന്ന സ്വഹാബത്ത് നേരെ മദീനയിലേക്ക് ഇറങ്ങുന്നു. ഖുറൈശികൾ മക്കയിൽ നിന്ന് അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും നേതൃത്വത്തിൽ നേരെ ബദറിലേക്ക് മക്കയിൽ നിന്ന് അവരും പുറപ്പെടുകയാണ്. ബദറിലേക്ക് അബൂജഹലും സംഘവും അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ അവരെത്തുകയാണ്. അവർ എല്ലാവിധ വാദ്യോപകരണങ്ങളും മദ്യം ഉപയോഗിച്ച് അതുപോലെ എല്ലാവിധ സർവ്വസന്നാഹങ്ങളോടുകൂടിയാണ് അബൂജഹലും സംഘവും വന്നിട്ടുള്ളത്. അവർ മക്കയിൽ വന്ന് തമ്പടിക്കുന്നു, അവിടെ വെച്ച് ഒട്ടകത്തിന് അറുക്കുന്നു, ആവശ്യം പോലെ മദ്യം ഉപയോഗിക്കുന്നു, നർത്തകിമാരുടെ നൃത്തങ്ങൾ കണ്ട് ആസ്വദിക്കുന്നു, വാദ്യോപകരണങ്ങളുടെ ആ ശിൽക്കാര സൗണ്ടുകൾ അവിടെ ഇങ്ങനെ അലയടിക്കുകയാണ്. ഈ സമയത്ത് പ്രിയമുള്ളവരെ, നബിയും സഹാബത്തും അതാ മദീനയിൽ നിന്നും ബദർ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു. ഇനി നമുക്ക് കേൾക്കാം. അന്തേഹിബാദുവർകൾ രണ്ടും പേരിന്റെ പിൻ ഓളും നേബി
താമും തോളം മാറും ക്ഷണമില്ലേ അത്താനാം വീട്ട് നടത്തമാനാർ അമർ നീറൈ വീട്ടെ പോൽ അമർ കീരേ ചേർത്തോരും അരികോരും ൂരിയും വീട്ട് മുതിരവെ അനബദറിയേന്റെ താനത്ത് ഏത്തി അമരപ്പൽ പെറ്റേ റമളാൻ പതിനേഴും അരിമക്കീലാം വെള്ളി രവിൽ ഈശാം സമയമിൽ അത്താനത്തേത്തി ആടിത്താർ ഹൈമാ. അങ്ങനെ പ്രിയമുള്ളവരെ, നബിയും സഹാബത്തും ആ ബദറിലേക്ക് എത്തുകയാണ്. ബദറിലെത്തുന്നു നബിയും സഹാബത്തും. അവിടെ ചെന്ന് അതിന്റെ പരിസരമെല്ലാം, ആ ബദറിന്റെ ആ പരിസരമെല്ലാം വീക്ഷിക്കുകയാണ്. കാരണം ഇവിടെ വെച്ചൊരു സംഘട്ടനം നടക്കാൻ പോവുകയാണ്. അതിക്ക് മുമ്പ് നബിയും സഹാബത്തും ആ ബദറിന്റെ ആ താഴ്വരയിൽ അവിടെ ഒരു എല്ലാം നോക്കി കാണുകയാണ് നബിയും സഹാബത്തും. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ പറയുകയാണ്, സ്വഹാബത്തിനോട് പറയുന്നു, അല്ലയോ സ്വഹാബ, ആർക്കും ഒരു ഭയം വേണ്ട. കാരണം ഞാൻ ഇങ്ങനെ കാണുകയാണ് സ്വഹാബത്തെ. എന്താണ് ഈ ഖുറൈശികളിൽപ്പെട്ട നേതാക്കന്മാർ അവരിങ്ങനെ കൊല ചെയ്യപ്പെട്ട് വീണ് കിടക്കുന്ന സ്ഥലം ഞാൻ ഇങ്ങനെ കാണുകയാണ് നബി തങ്ങൾ പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പവിത്രമാകുന്ന മുഅ്ജിസത്തിന്റെ നാവ് കൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, അല്ലയോ സ്വഹാബ, ഹുമൈറത്ത് പാർത്തും പോ പമയും പാവിച്ചുണ്ടാൽ കൂറി സ്വഹാബരിൽ ഇറച്ചോരർ ഖുറൈശികൾ കൂലോടെ പീടിടും സഹാബ, ഇവിടെ അബൂജഹൽ വീണ് കിടക്കുന്നത് ഇവിടെയാണ്. ഉത്ബത്ത് കൊല്ലപ്പെടുന്നത് ഇവിടെ വെച്ചാണ്. അതുപോലെ വലീദ് കൊല്ലപ്പെട്ട് വീണ് കിടക്കുന്നത് ഇവിടെയാണ് എന്ന് അവിടുത്തെ പവിത്രമായ ആ വിരൽ ചൂണ്ടിയിട്ട് അവിടുത്തെ മുഅ്ജിസത്തിന്റെ നാവ് കൊണ്ട് ഹബീബായ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിന് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഇതിന്റെ അവസാന രംഗം നമുക്ക് കാണാം. സഹാബത്തുൽ കിറാം യുദ്ധമെല്ലാം അവസാനിച്ച സമയത്ത് പോയി നോക്കുകയാണ്, എവിടെയാണ് അബൂജഹൽ വീണ് കിടക്കുന്നത്. നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാണിച്ചു കൊടുത്ത സ്ഥലത്തിന്റെ കൃത്യമായി അതേ സ്ഥലത്ത് തന്നെ അബൂജഹൽ വീണ് കിടക്കുകയാണ്. അതുപോലെ ഉത്ബത്ത് വീണ് കിടക്കുന്നു, ഷൈബത്ത് വീണ് കിടക്കുന്നു. ഇങ്ങനെയുള്ള രംഗങ്ങൾ പ്രിയമുള്ളവരെ സ്വഹാബത്തുൽ കിറാം അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അന്നവർ ആ ബദറിൽ എത്തുന്നു. അവിടെ വെച്ച് നബിയും സ്വഹാബത്തും അന്ന് രാത്രിയിൽ അവിടെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം പ്രിയമുള്ളവരെ വലിയൊരു സംഘട്ടനം നടക്കാൻ പോവുകയാണ്. സത്യവും അസത്യവും തമ്മിലുള്ള ആ ഒരു വേർതിരിച്ചുള്ള ആ ഒരു സത്യാസത്യ വിവേചനത്തിന്റെ ആ ഒരു ദിവസം നാളെ പുലരുകയാണ്. അവിടെ വെച്ച് സ്വഹാബത്തുൽ കിറാം വിശ്രമിക്കുന്നു. അങ്ങനെ നബിയും സ്വഹാബത്തും വിശ്രമിച്ച് പ്രഭാതമാകുമ്പോൾ സുബഹിക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോഴാണ് അവർക്കെല്ലാവർക്കും വുളൂ എടുക്കണം, അവർക്ക് കുളിക്കേണ്ടവർക്ക് കുളിക്കണം, ഇതിനൊക്കെ ജലം ആവശ്യമുണ്ട്. പക്ഷേ വെള്ളമില്ലാതെ അവരെല്ലാം കഷ്ടപ്പെടുകയും അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇറക്കുന്ന ആ ഒരു രംഗം പ്രിയമുള്ളവരെ നമുക്ക് അടുത്ത ഇശലിലൂടെ നമുക്ക് കേൾക്കാം. ചൊരിന്ത് മത്തറത് പരന്തനരുളിനാൽ ഉരം പെരും കത്തറാൽ ചതുർപുറം വരും ജലം സത്തറാൽ
ചുഷന്ത തലമതും യശുന്ത നദി പാടി ദിശന്തിടൈ പുന്നലാൽ അരികകൾ തുടങ്ങിടൈ ഹസിലാൽ ചെരിന്ത് നനകളും നെടിൽ ചെരിന്തകൾ പരുന്തി പലതരമാൽ കൊടികളും അടങ്ങി പുവി ഉരമാൽ ചില്ലുത്ത് ചില്ലർ അരൽ വളത്ത് തടയവെ കുളത്തെ പൊടിയുഗമാം മുഴുവതും എടുത്തു തൊഴുകലുമാം ഇരந்த തലമിലെ കരந்த ഭുവനം പുറந்த ഹൊഷിമനയേ തിരുനബി ഇരുந்தതു അഫലമേ ഇരുந்தതു അഫലമേ ചൊരിന്ത് മത്തറത് പരന്തൻ അരുണിന പുരം വെറും കത്തിറാൽ ചതുർപുടം വെറും വരം സത്തിറാൽ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു ശക്തമായൊരു മഴ വർഷിക്കുകയും അവിടെ വെച്ച് സ്വഹാബത്തുൽ കിറാമിന് വളൂ ചെയ്യാനും കുടിക്കാനും എല്ലാം ഉപകരിക്കുന്ന രൂപത്തിൽ നല്ലൊരു മഴ അള്ളാഹു അവിടെ നൽകുകയും മുത്തുനബിയുടെ മുഅ്ജിസത്തായി അവിടെ നല്ലൊരു ശക്തമായ മഴ നൽകുകയും സ്വഹാബത്തുൽ കിറാം സന്തോഷഭരിതരായി അവർ വളൂ എടുക്കുന്നു, സുബഹി നിസ്കരിക്കുന്നു, മറ്റുള്ള എല്ലാ പ്രാഥമിക കർമ്മങ്ങളും അവിടെ വെച്ച് നിർവഹിക്കുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ഇനിയുള്ള സമയം നിർണായകമായൊരു നിമിഷമാണ്. ഖുറൈശികൾ അവിടെ എല്ലാവിധ സന്നാഹങ്ങളോടുകൂടെ, ആയുധ സന്നാഹങ്ങളോടുകൂടെ തയ്യാറായി സ്വഹാബത്തുൽ കിറാമിനെയും ആ മുത്തുനബിയെയും ഉന്മൂലനം ചെയ്യണമെന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി അവരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. അവർ എന്തിനും തയ്യാറായി അവർ നിൽക്കുന്ന ആ ഒരു രംഗമാണ്. നേരെ മറിച്ച് ഇപ്പുറത്ത് നബിയും സ്വഹാബത്തും ഇവിടെ നിൽക്കുന്നു. സ്വഹാബത്തുൽ കിറാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫുകളാക്കി വരിവരിയാക്കി നിർത്തുകയാണ്. അങ്ങനെ വരിവരിയാക്കി നിർത്തുകയും അവിടെ വെച്ച് പ്രിയമുള്ളവരെ ഒരു സംഘട്ടനം നടക്കുകയാണ്. ഒരു സമരം തന്നെ അവിടെ നടക്കുന്നു. അങ്ങനെ അസ്വദും ഹംസ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അവിടെ വെച്ച് ഘോരമായ ഒരു പോരാട്ടം നടക്കുകയും അസ്വദിനെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് വകവരുത്തുകയും ഖുറൈശികളിലെ ധീരനായ മല്ലനായ അസ്വദ് എന്ന് പറയുന്ന ആ കിരാതനായ മനുഷ്യനെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള ഒരൊറ്റ വാള് കൊണ്ട് നേരിടുകയും അവിടെ വെച്ച് ആ അസ്വദിനെ രണ്ട് തുണ്ടമാക്കി ആ ബദറിന്റെ രണാങ്കണത്തിൽ വീഴ്ത്തുകയും ചെയ്ത സംഭവം പ്രിയമുള്ളവരെ ഇന്നലെ അബൂ ആബിദ് ഉസ്താദ് അവറുകൾ നമ്മെ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ഈ രംഗമങ്ങ് കാണുമ്പോൾ ഖുറൈശികൾ വല്ലാതെ പരിഭ്രാന്തിയിലാണ്. കാരണം തന്റെ കൂട്ടത്തിലുള്ള അവരുടെ കൂട്ടത്തിലുള്ള വലിയൊരു നേതാവാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ഉടനെ തന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു 3 പേർ അതാ മുന്നോട്ട് കടന്നു വരികയാണ്. നിദത്തിനാലിരുപരി നടുവേ ബരൈ ഉത്ബത്തും മകനാണേ വലിതുമേ നിലക്കലാതെ ഉത്ബത്തുടെ അഹി ശൈബത്തു മണവാനേ അണന്ത് മൂണ്ടരും പണങ്കലൻ സ്വാബിൽ ഇണങ്ങി നിണ്ടവർ കണങ്ങൾ തുമ്പി പോൽ നിലനിന്റെ തോർകളകാപിളിത്തുറൈ മഹമൂദിൻ സഹവർകളെ നിറപെറ്ററാരൊരു പേർ നമുക്കിണ പാരുവിൻ എണ്ടുരയായി. അങ്ങനെ ഖുറൈശികളിൽ നിന്ന് ഒരു 3 പേർ മുന്നോട്ട് കടന്നു വരികയാണ്. ആരാണ് ആ 3 പേർ? ആദ്യമായി വലിയ ഉത്തുബത്ത് എന്ന് പറയുന്ന അവരുടെ നേതാവ് കടന്നു വരുന്നു. അവരുടെ മകനാകുന്ന വലീദ് കടന്നു വരുന്നു. അവരുടെ സഹോദരനാകുന്ന ഷൈബത്ത്, ഇങ്ങനെ ഉത്തുബത്ത്, വലീദ്, ഷൈബത്ത് തുടങ്ങിയ 3 പേർ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ നേരിടുന്നതിന് വേണ്ടി മുന്നോട്ട് കടന്നു വരികയും അവർ സ്വഹാബത്തുൽ കിറാമിനെ വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. ഓ മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇണയാകുന്ന, ഞങ്ങളോട് നേരിടാൻ കെൽപ്പുള്ള, കഴിവുള്ള ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? നിങ്ങളൊന്ന് കടന്നു വരൂ എന്ന് പറഞ്ഞ് ഉത്തുബത്ത് ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ സ്വഹാബത്തുൽ കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു 3 പേർ മുന്നോട്ട് കടന്നു വരികയാണ്. ആരാണ് ആ 3 പേരെന്നറിയുമോ? കേട്ടതാൽ തോളറിടത്തന്നിന്ന് വേഗം ഉളരി മൂണ്ടാൾ അൻസാരികൾ റജുൽകൾ
അവർകൾ ഉചിതമേത്തവർ വനമകത്തുള്ള പുലികൾ കൊത്തവരാ മരീകരം മുഅവ്വദ് ഇബ്നു ഹാരിസും അഖിയാം അഫും അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഒരുമിത്തവർകളൊപ്പരം തുയമെ സോഫിട ക്ഷണം വെളിപ്പെടലായി. അങ്ങനെ ആ ഖുറൈശികളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ആ സ്വഹാബത്തുൽ കിറാമിന്റെ കൂട്ടത്തിൽ നിന്ന് മദീനക്കാരായ അൻസ്വാരികളായ ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 3 പേർ ഇതാ മുന്നോട്ട് കടന്നു വരികയാണ്. ആരാണ് ആ 3 പേരെന്നറിയുമോ? മുഅദ്ദ് ഇബ്നു ഹാരിസ്, ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയ 3 അൻസ്വാരികളായ ആളുകൾ ആ ഖുറൈശികൾക്ക് നേരെ വരുമ്പോഴാണ് ഖുറൈശികൾ ചോദിക്കുന്നു, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടെ നിന്നാ വരുന്നിട്ടുള്ളത്, നിങ്ങൾ എവിടത്തുകാരാണ്? അത് ചോദിക്കുമ്പോഴാണ് അവര് പറഞ്ഞു, ഞങ്ങൾ മദീനക്കാരാണ്, മദീനയിലുള്ള അൻസ്വാരികളാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ ആ ഖുറൈശികൾ പറയുന്നു, നിങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽ താമസിച്ച ഞങ്ങളിൽ നിന്നും ഒളിച്ചോടി അവിടെ നിന്നും രക്ഷപ്പെട്ട ആ മക്കക്കാരായ ആളുകളെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ മടങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് പ്രിയമുള്ളവരെ അൻസ്വാരികളായ ആ സ്വഹാബത്തുൽ കിറാമിനെ അവിടെ നിന്ന് ഖുറൈശികൾ നേരെ മടക്കി വിടുകയാണ്. അൻസ്വാരികൾ നേരെ ആ സ്വപ്പിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. അപ്പോഴാണ് മുഹാജിറുകളുടെ കൂട്ടത്തിൽ നിന്ന് പ്രിയമുള്ളവരെ ശക്തരായ ധീരരായ 3 പേർ ഇതാ ഖുറൈശികൾക്ക് നേരെ ചാടി വീഴുകയാണ്. ആരാണ് അവർ പേർ? മുഹാജിറിന്റെ വാക്ക് കേട്ട് മൂണ്ട് സിംഹരാം മുന്നിലെ ഉമൈനത്തും പിൻ ഹംസയോ വാഹിദറാം ജിഹാബിഹത്ത 2 സൊഫി ഡക്ക ചണ്ട ഹാലിറാം ചീർമജം താരിത്ത് കൊണ്ട് ജോഡിയന്ത കാഫിറാം ജോഡിയന്ത കാഫിറാം മഹാമിലിത്തം കുറ്റയബ് താലിങ്ങളെ ഗീറാം അസലടുത്തെ ഉങ്ങളാരു ദക്കമൈ മുഹാജിറാം ഇഹാനത്താക്കി നമ്പനീർ അരുമലല്ലോ അക്സറാം ഞങ്ങളുങ്ങളും പിരുന്തോ രാഗം ഫി ഉമ്മിൽ ഖുറാ ആഗം ഫി ഉമ്മിൽ ഖുറാ. മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട 3 പേർ പ്രിയമുള്ളവരെ ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 3 പേർ നേരെ മുന്നോട്ട് കടന്നു വരുന്നു. ആരാണെന്നറിയുമോ? ഒന്നാമതായി മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ 3 ആളുകൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് നേരെ ഖുറൈശികളോട് നേരിടുന്നതിന് വേണ്ടി കടന്നു വരുന്നു. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം പറയുകയാണ്, ഇഹാനത്താക്കി 2 നീർ അറിയുമല്ലോ അക്സറാം എങ്കളും പിറന്തോ രാഗും ഫീ ഉമ്മിൽ ഖുറാം ആകും ഫീ ഉമ്മിൽ ഖുറാം. അല്ലയോ ഖുറൈശികളെ, നിങ്ങൾ വല്ലാതെ ഞങ്ങളെ പരിഹസിക്കാൻ നിൽക്കണ്ട. കാരണം ഞങ്ങളെ നിങ്ങൾക്കറിയില്ലേ, ഞങ്ങൾ നിങ്ങളോടൊപ്പം മക്കയിൽ താമസിച്ചവരാ, നമ്മൾ ഒരുമിച്ച് മക്കയിൽ ജീവിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ധീരതയും അതൊന്നും നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വല്ലാതെ എന്ത് ചെയ്യേണ്ട, പരിഹസിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പ്രിയമുള്ളവരെ സ്വഹാബത്തുൽ കിറാം മറുപടി കൊടുക്കുമ്പോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 3 ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് 3 പേരും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് 3 പേരും തമ്മിൽ ശക്തമായൊരു പോരാട്ടം തന്നെ അവിടെ നടക്കുകയാണ്. ശക്തമായൊരു പോരാട്ടം അവിടെ നടക്കുന്നു. പ്രിയമുള്ളവരെ, അതേക്കുറിച്ച് മഹാനായ മൊയ്ൻകുട്ടി വൈദ്യർ നവ്വറല്ലാഹു മറക്കദഹു പറയുന്ന ഏതാനും ഒരു ഇശല് കൂടി പറഞ്ഞ് നമുക്ക് നമ്മുടെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇരുപുറം തഹയ്യറിനാൽ നിലക്കവൈകൾ ഹംസശൈ തരികവെ ഉരം ഹരിശരി ഹംസത്താൽ അടുക്കവെ ഒരു വെട്ട് കൊടുത്തുടനെ തടുക്കവേ
ഈറമുറ്റി കൂടെ ശൈബത്തെ കുത്ത് താനൊഴുത്ത് ഏറെ ഹംസപ്പാറ കണകത്താലടുത്തിട്ടൊണ്ടടുത്ത് കടവോട്ട് നീട്ടം ആണ്ടി കൊണ്ട് ചാട്ടം തടമീണ്ട അടൽ കൊടുത്തുടർ നീണ്ട കടുകട തടിപേടും പിന്നെ പല്ലെ പാടുമെത്തിര ചോടുരത്തിൽ കൃഷ്ണമാലേ ഒരു മേരി പൊരുന്തള്ളുതന്നിൽ ഭൂവികളെ രവി പൊടിപ്പാർ ഉരത്തിനിൽ മരുതവൻ ചുഷലിപ്പോൾ പൊങ്ങി കളത്തിനിൽ മക ചുടർ കതിർമറ ചോരണത്തനിൽ ഓർ കുരുമ്പൽ കോൾ കലിപ്പ് തെൻകരിക്കോൾ നാനുമറ്റ് പാർവയർക്ക് പേരമറ്റ് കോതിളം സച്ചാടി വെട്ടി വെട്ടത് കുപ്പറിൻ തട്ടിട ചുമലിൽ വിളയിന് പൊള്ളിയായി വിളരവയുണ്ടവർ വിതമ പരിങ്ങളെ താളമ ചുമടാടി കളമിലെ നിലയിലയായി ഇരുപുറം തകയറിനാൽ നിലക്കവൈകൾ ഹംസൈ കത്തുമായി തിരിക്കവൈ ഒരു ഹരി സംസത്തലായി അടുക്കിട് ഒരു വിട്ട് കൊടുത്തുടനെ നടുക്കവേ. പ്രിയമുള്ളവരെ, മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ശൈബത്തുമായി ഏറ്റുമുട്ടുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു വലീദുമായി വലിയൊരു സമരം നടക്കുകയാണ്. മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ഉത്ബത്തുമായി വലിയൊരു സംഘട്ടനം തന്നെ അവിടെ നടക്കുകയാണ്. മൂന്ന് ശത്രുക്കളും മഹാന്മാരായ മൂന്ന് സഹാബത്തും തമ്മിൽ ഘോരമായ ഒരു സമരം തന്നെ അവിടെ നടക്കുകയാണ്. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ശൈബത്തിനെ വെട്ടുന്നു, ശൈബത്ത് തടുക്കുന്നു. ശൈബത്തിന്റെ വെട്ട് ഹംസ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള ഒരൊറ്റ വാള് കൊണ്ട് തടുക്കുന്നു, തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്നു. ഇങ്ങനെ വലിയൊരു ഘോര സമരം തന്നെ നടക്കുകയും അവസാനം ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയാകുന്ന ശൈബത്തിനെ വകവരുത്തുകയും അങ്ങനെ നേരെ അവിടെ നിന്ന് അണിയിലേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു വലീദും തമ്മിൽ ഘോരമായ ഒരു സമരം അവിടെ നടക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് പൊടി ഇങ്ങനെ പാറുകയാണ്. രണ്ടുപേരെയും കാണാൻ പറ്റാത്തത്ര വിധത്തിൽ വാളുകളുടെ ശബ്ദങ്ങളും അവിടെ വാളുകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന തീപ്പൊരികൾ ഇങ്ങനെ പാറുകയാണ്. ആ സമയത്ത് പ്രിയമുള്ളവരെ, മഹാനായ അലി റളിയല്ലാഹു അൻഹു വലീദിനെയും അവിടെ കീഴ്പ്പെടുത്തുകയാണ്, വലീദിനെയും അവിടെ കൊലപ്പെടുത്തുകയാണ്. അപ്പുറത്ത് മഹാനായ സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തും തമ്മിൽ വലിയ ഒരു സംഘട്ടനം അവിടെ നടക്കുകയാണ്. അവർ പരസ്പരം അങ്ങും ഇങ്ങും ഓരോരുത്തരും വലിയ ധീരരാണ്, യോദ്ധാക്കളാണ്. അതുകൊണ്ട് തന്നെ മറ്റേയാളെ കീഴ്പ്പെടുത്താൻ കഴിയാതെ രണ്ടുപേരും ഇങ്ങനെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാൽത്തുടയിലേക്ക് ഉത്ബത്ത് വെട്ടുകയാണ്. ശക്തമായൊരു വെട്ടേറ്റുകൊണ്ട് മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ വീണ് കിടക്കുന്നു. മഹാനായ ഉബൈദത്ത് തങ്ങളുടെ കാലങ്ങ് ഛേദിക്കപ്പെട്ട് രണാങ്കണത്തിൽ വീണ് കിടക്കുന്ന സമയത്താണ് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഓടിച്ചെല്ലുകയും അവിടെ വെച്ച് ഉത്ബത്തിനെ അങ്ങ് കൊലപ്പെടുത്തുകയും മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിന്ന് വാരിയെടുക്കുന്ന ആ ഒരു രംഗം, ദാരുണമായ ഒരു രംഗത്തെ കുറിച്ചാണ് അടുത്ത ഈശലിൽ പ്രതിപാദിക്കുന്നത്. പേരും അതിശയണത്തെ പുകഴും ഹബീബുള്ള തിരുമുമ്പെത്തി ചുഗന്നെ ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിந்து വരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസിൻ ഹബീബുള്ളാന്റെ ദേശത്തിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉഗന്നേ നെയ്തിയുള്ള അവർ ചൊല്ലവേ ഉടയോൻ പൂകൾ നീട്ടയും റസൂലുള്ളാവേ വെഞ്ചക്കളം വിട്ട് പിരിന്തു നാനേ വെള്ളിച്ചേർ ചെയ്താമോ അനാ പൊന്മാനേ
കൊഞ്ചമ്പകച്ചുണ്ട് കനക്കി ഉമ്മീ പോറ്റി ഹുസൈനാലു തയബ്ന അമ്മീ ചെഞ്ചിൽ പതിലൂറ്റി ഷഹീദാകും നീ ചവിത്ത് ഉബൈദത്തുൽ ശിഅറുണ്ടന്നീ. പ്രിയമുള്ളവരെ, മഹാനായ ഉബൈദത്ത് തങ്ങളുടെ കാൽത്തുണയിലേക്ക് വെട്ടേറ്റുകൊണ്ട് വീണ് കിടക്കുന്ന മഹാനായ സയ്യിദുനാ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവും കൂടി വാരിയെടുക്കുകയാണ്. രക്തമിങ്ങനെ ധാരധാരയായി ഒഴുകുകയാ. മഹാനായ ഉബൈദത്ത് തങ്ങളെ അങ്ങ് വാരിയെടുത്തിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ് മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഹളറത്തിൽ കൊണ്ടുചെന്ന് കിടത്തുകയാണ്. ഈ സമയത്ത് മഹാനായ ഉബൈദത്ത് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. ഉബൈദത്ത് തങ്ങളിങ്ങനെ കരയുകയാണ്. ഈ സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഉബൈദ, അങ്ങേക്ക് വിഷമമായ ഉബൈദ, മരണത്തിൽ ഭയമുണ്ടോ ഉബൈദ? അപ്പോഴാണ് മഹാനായ ഹബീബായ തങ്ങളോട് ഉബൈദത്ത് തങ്ങൾ പറയുകയാണ്, നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ ദേശത്തിരു മുമ്പില് കിടത്തിക്കൊണ്ടേ ഉഗന്ധന ചെയ്യുള്ളവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ട് ഹബീബുള്ളാവേ. അല്ലയോ ഹബീബായ തങ്ങളെ, ഈ ഉബൈദ ഇതിലങ്ങ് കൊല്ലപ്പെടുന്നതിൽ, ഈ ഉബൈദ ഇവിടെ വെച്ച് മരണപ്പെടുന്നതിൽ ഉബൈദത്തിന് വിഷമമില്ല നബിയേ. പക്ഷേ ഉബൈദത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയുണ്ട് നബിയേ. എന്താണെന്നറിയോ? വെഞ്ചക്കളം വിട്ട് പിരിന്തോന്നാനേ വിളിച്ചേറ് ഷഹീദാമോ അനാ പൊന്മാനേ. അല്ലയോ ഹബീബായ തങ്ങളെ, എന്റെ കൂട്ടുകാരായ സ്വഹാബത്ത് എന്നെ അങ്ങ് വാരിയെടുത്ത് അവിടുത്തെ ഹളറത്തിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയപ്പോ ഞാൻ അടർക്കളത്തിൽ നിന്ന് പുറത്തല്ല നബിയേ, ആ ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് ഞാൻ അല്പമങ്ങ് പുറത്തേക്ക് വന്നിട്ടുണ്ടല്ല നബിയേ. അതുകൊണ്ട് ഇവിടെ വെച്ചെങ്ങാൻ ഉബൈദ മരണപ്പെട്ടു പോയാൽ ഉബൈദത്തിന് ഷഹീദിന്റെ പ്രതിഫലമുണ്ടോ? ഈ ബദർ ശുഹദാക്കളുടെ പട്ടികയിൽ ഉബൈദുണ്ടോ നബിയേ? ആ സമയത്താണ് മഹാനായ ഹബീബായ തങ്ങൾ പറയുന്നു, ഓ ഉബൈദ, ചഞ്ചൽ ഫളുറ്റേ ഷഹീദാകും നീ ചെവിത്ത് ഉബൈദത്തോർ ശിഅറുണ്ടന്നീ. അല്ലയോ ഉബൈദ, വിഷമിക്കണ്ട, നിങ്ങൾ ഉന്നതനായ ഷഹീദാണ്. ശുഹദാക്കളിൽ ഉന്നതമായ പട്ടികയിലാണ് താങ്കൾ ഉള്ളത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് മഹാനായ സയ്യിദുനാ ഉബൈദത്ത് തങ്ങളെ സാന്ത്വനപ്പെടുത്തുന്ന ഹബീബായ തങ്ങൾ 63 വയസ്സുകാരനായ സയ്യിദുനാ ഉബൈദത്ത് തങ്ങൾ ആ ഹബീബായ തങ്ങളുടെ മുൻപിൽ കിടന്നിട്ട് സ്വഹാബത്തുൽ കിറാമിനെ സാക്ഷിയാക്കിയിട്ട് അവിടെ വെച്ച് പറയുന്നൊരു വാചകമുണ്ട് മുഅ്മിനീങ്ങളെ. എന്താണ് മഹാനായ ഉബൈദത്ത് തങ്ങൾ പറയുന്ന വാചകം? എന്താ? وأرجو به عيشا من الله عليا وأن
وألبس لي الرحمن من فضل منه لباسا من الإسلام حتى المساوية. ഇല്ല ഇല്ല, ഉബൈദത്തിന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഈ മാനികമായ ആവേശത്തെ തകർക്കാൻ ഒരു ശത്രുക്കളുടെ വാളുകൾക്ക് കഴിയില്ല. ഉബൈദത്തിന്റെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടാലും മുസ്ലിമൻ, ഉബൈദ ഒരു മുസ്ലിം തന്നെയാ. ഉബൈദത്തിന്റെ ഈ മാനികമായ ആവേശത്തെ തകർക്കാൻ ഒരു ശത്രുക്കളെ കൊണ്ടും കഴിയില്ല. ഉബൈദ ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമാണ്, രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ അവിടെ വെച്ച് അള്ളാഹുവിന്റെ ഉന്നതമായ സ്ഥാനമാണ്, ഇസ്ലാമിന്റെ സുന്ദരമായ വസ്ത്രമണിയലാണെന്ന് മഹാനായ സയ്യിദുന ഉബൈദത്ത് തങ്ങള് ഹബീബായ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ മുന്നിൽ സാക്ഷിയാക്കി പറയുമ്പോ ഹബീബായ തങ്ങൾ ഇങ്ങനെ കണ്ണുനീരൊഴുക്കുകയാ. അന്ന് നബി മിഴിയോഴുക്കൈ അളുദാറിഹ്വാനം മരികോരൊക്കൈ മണ്ണിൽ കറകൂറ്റൂർ ഹളറത്തില് നിറവായി അവരപ്പോൾ ഷഹീദായെന്നേ. അന്ന് നബിമാഹ വെളിവോളൊക്കെ അളുദാർ ഇഹ്വാൻ അരികോരൊക്കെ മണ്ണിൽ സഫറായി മറൈത്തവരാ മഗജ് അദനാമൻ അവർ കോമരാ വന്നാൻ ഇലാ ഉണ്ട കിടട്ടെ അൻഹോ അമാനൈ നുകൾ ബീട്ട നഹി ശിവാഹോ. പ്രിയമുള്ളവരെ, ആ മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദറത്തിൽ വെച്ച് അവിടെ നിന്ന് ബദറിൽ നിന്ന് തിരികെ പോരുന്ന സമയത്ത് സഫറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മഹാനായ ഉബൈദത്ത് തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹു മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നാം പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു അവന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കട്ടെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ ഒരു യുദ്ധം നടക്കുകയും അവസാനം വിശുദ്ധമായ സ്വഹാബത്തുൽ കിറാമിനും മുത്തുനബിക്കും വലിയ വിജയം സമ്മാനിച്ച ഒരു വലിയൊരു സമരമാണ് ബദർ എന്ന്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നവരാണ്. അല്ലാഹു മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.